ഒരു ഫാസിസ്റ്റ് പ്രവണത എങ്ങനെയാണ് കടന്നു വരുന്നത്? ഐതിഹ്യങ്ങളെ ചരിത്രവൽക്കരിക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ഒരു ഫാസിസ്റ്റ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കും, ഫാസിസ്റ്റ് ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഭാരതാംബ എന്ന് പറയുന്നത് ലീഗലായോ കോൺസ്റ്റിറ്റ്യൂഷണലോ ആയ ഒരു സംജ്ഞയേ അല്ല. അത് നിയമപരമായോ ഭരണഘടനാപരമായോ ആയ ഒരാശയമേ അല്ല. എന്നാൽ അത് സാംസ്കാരികമായ ഒരാശയമാണ് എന്ന് ഞാൻ സമ്മതിക്കും. കാരണം അത് നാടകത്തിൻ്റെ ഭാഗമായിരുന്നു, അത് കവിതയുടെ ഭാഗമായിരുന്നു. ഒന്നും ചെറുതല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വിളിച്ചു വന്ന അസിമുല്ല ഖാൻ എന്ന് പറയുന്ന 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികൾക്ക് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യങ്ങളിലൊന്നാണ് ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി പിന്നീട് സംഘപരിവാറുകാർ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാരത് മാതാ കീ ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് സാംസ്കാരികമായിട്ടുള്ളൊരു അടയാളമാണ് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. എങ്ങനെയാണ് സാംസ്കാരികമായ അടയാളമാവുന്നത്? നേരത്തെ ചരിത്രം ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. 1873 കിരൺ ചന്ദ്ര ബാനർജിയുടെ നാടകം, ആ നാടകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്, ഓർമ്മിക്കണം, 1873 ഈ നാടകം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ അന്ന് പ്രകീർത്തിക്കാനും അഥവാ ആ സാഹചര്യത്തെ കുറച്ചുകൂടി ഓർമ്മിപ്പിക്കാനും ബംഗാൾ ഫാമിനടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കാനും ബ്രിട്ടീഷ് ഇന്ത്യയെ വെല്ലുവിളിക്കാനുമായി അന്നത്തെ നാടകത്തിൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ്.